ജാപ്പനീസ് ഫ്രഞ്ച് ഫ്രൈസ് നമ്മുടെ ഭാഷയിൽ 4 മണി പലഹാരം തയ്യാറാക്കിയാലോ. ആദ്യം തൊലി കളഞ്ഞ പൊട്ടറ്റോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് വേവിച്ചെടുക്കാം. ഞാനിവിടെ കുക്കറിനകത്താട്ടോ വേവിച്ചെടുക്കുന്നത്. ഇതിലൊരു മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് പൊട്ടറ്റോ. അത് വേവിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ഉടച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ ഉടച്ചെടുത്തിട്ട് നമുക്കതിലേക്ക് ഇനി ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് കോൺഫ്ലോർ ആണ്. അരിപ്പൊടിയോ മൈദയോ ഒന്നുമല്ല, കോൺഫ്ലോർ ആണ് വേണ്ടത്. അതിനുശേഷം അല്പം ചില്ലി ഫ്ലേക്സും ഒറിഗാനോ, പെപ്പർ പൗഡർ. നേരത്തെ ഉപ്പ് ചേർത്തതുകൊണ്ട് വീണ്ടും ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചേർക്കുക. അപ്പോൾ ഒറിഗാനോ, പെപ്പർ പൗഡർ, ഉപ്പ് ഇത്രയും ചേർത്ത് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒരു പത്തിരിക്ക് അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിലേക്ക് ഇത് കുഴച്ചെടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് പരത്തിയെടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. ഈ ഒരു പരുവാവുന്നത് വരെ കുഴച്ചെടുത്തിട്ട് ഒരു ബട്ടർ പേപ്പറിനകത്ത് നന്നായിട്ട് ഇതുപോലെ ഒരു ചപ്പാത്തിയുടെ സ്റ്റിക്ക് വെച്ചിട്ട് പരത്തിയെടുക്കാം. എന്നിട്ടൊരു അരമണിക്കൂർ ഫ്രിഡ്ജിനകത്ത് നമുക്ക് വെക്കണേ, എന്നാൽ ഇതുപോലെ സ്റ്റിക്കായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ഒരു പാൻ വെച്ചു. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. അതിലേക്ക് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഭയങ്കര ക്രിസ്പിയാണ് കേട്ടോ അത്. നമ്മുടെ ജാപ്പനീസ് ഫ്രഞ്ച് ഫ്രൈസ് ഈ പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ പറ്റിയൊരു 4 മണി പലഹാരമാണ് കേട്ടോ അത്. എൻ്റെ മോന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ടോ? താങ്ക് യു. Bye.